ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന എമ്പുരാൻ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കുന്ന പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു എമ്പുരാൻ. പ്രൊമോഷനൊക്കെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് മലയാള സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് മൂവി എന്ന ടാഗിലേക്ക് ഇപ്പോൾ എമ്പുരാൻ എത്തിയിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് അർദ്ധരാത്രി ട്രെയിലർ പുറത്തിറങ്ങിയിട്ടും വൻ തരംഗമാണ് എമ്പുരാൻ്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത്. രാവിലെ 9 മണിക്കായിരുന്നു ആൾ ഇന്ത്യ ബുക്കിംഗ് ആരംഭിച്ചത്. ലിയോയ്ക്ക് ശേഷം ഒരു ടിക്കറ്റ് എടുക്കാൻ കുറേ പേര് കഷ്ടപ്പെട്ട സിനിമ കൂടിയാണ് എമ്പുരാൻ. ഫാൻ ഷോ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാനും ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ട് ടിക്കറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് തന്നെ 1 മണിക്കൂറോളം നോക്കിയിരുന്നിട്ടാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയതും. മലയാളത്തിൽ ലാലേട്ടനെ സ്റ്റാർഡത്തിൽ വെല്ലാൻ ആരും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ബുക്കിംഗ് ആണ് എമ്പുരാൻ ഇന്ന് കാഴ്ചവെച്ചത്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ 7,50,00,000 രൂപയോളം ചിത്രം പ്രീസെയിലൂടെ സ്വന്തമാക്കി കഴിഞ്ഞു. 8,81,00,000 രൂപയായിരുന്നു ലിയോയുടെ പ്രീസെയിൽ കേരള കളക്ഷൻ. റിലീസിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ എമ്പുരാൻ ലിയോയുടെ പ്രീസെയിൽ കേരള റെക്കോർഡും 12 കോടി എന്ന ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ റെക്കോർഡും ഈസിയായിട്ട് തന്നെ തകർക്കുമെന്നതിൽ ഇനി ആർക്കും സംശയം വേണ്ട. കേരളത്തിൽ 700ഓളം സ്ക്രീനുകളിൽ വമ്പൻ റിലീസായിട്ടാണ് ചിത്രം എത്തുക. കർണാടകയിൽ നിന്ന് 1,18,00,000 തമിഴ്നാട്ടിൽ നിന്ന് 35,00,000, ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 24 കോടി രൂപയും പ്രീസെയിൽ കളക്ഷൻ ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും എമ്പുരാൻ മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായി മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ്റെ വക കൊലത്തൂക്കാകും നടക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവരും കാണാൻ പോകുന്നവരുമൊക്കെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്ത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.